ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ടാറ്റയുടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാഹനമാണ് എൻ്റെ കൂട്ടത്തിലുള്ള. ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് രാകേഷ് ടാറ്റയുടെ വാഹനങ്ങൾ ചെയ്യാത്തതെന്നുള്ളത്. ഇനി ആ ഒരു പ്രശ്നം അങ്ങ് തീർത്ത് തരാം. അതായത് ഇനി നമുക്ക് ഒരുപാട് ടാറ്റയുടെ വാഹനങ്ങൾ ഇനി വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ള ഏറ്റവും പുതിയ ടാറ്റ ടിയാഗോയുടെ ഫേസ് ലിഫ്റ്റ് ആയ 2026 മോഡലാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ, അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും ഇതിൻ്റെ ഒരു ഡ്രൈവും എല്ലാം കൂടെ കൂട്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഫ്രണ്ട് വൈസ് കൊണ്ട് ഫുള്ളായിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ഫുള്ളി ചേഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ഹെഡ്ലൈറ്റ്സിൻ്റെ ചേമ്പേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത DRL നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ചേമ്പറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും റിഫ്ലക്ടർ ടൈപ്പാണ്. ലക്സ് ബീം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ലൈറ്റ്സിനെ കണക്ട് ചെയ്യുന്ന പോലെ ഒരു ബോർഡർ പോലെയാണ് ഇത്രയും പോർഷൻ കൊടുത്തിരിക്കുന്ന ഒരു ഗ്ലോസി എലമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്ലോസി ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു രീതിക്കുള്ള കുഴപ്പവും വരില്ല. ടാറ്റയുടെ ലോഗോ നമുക്കിവിടെ കാണാം. 360 ഡിഗ്രിയുടെ ക്യാമറ കാണാൻ സാധിക്കും. ഒരു സ്പോട്ടി വൈഡ് ഗ്രില്ലാണ് നമുക്കിവിടെ താഴെ കിട്ടുന്നത്. അതായത് നല്ലൊരു എയർ ഡാം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതായത് എയർ ഫുൾ ഇൻടേക്ക് എടുക്കാൻ വേണ്ടി ഇത്രയും പോർഷൻ മാത്രം ഓപ്പണിംഗ് ഉള്ളൂ. ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ഇതെല്ലാം പുതിയ ഡിസൈൻസ് ആണ് വരുന്നത്. ഒരു ബമ്പർ ലിപ്പ് പോലെ തന്നെ ഇതും കൊടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാൻ സാധിക്കും. ഇവിടെ എയർ കർട്ടൻസ് പോലെ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്ലോസ്ഡ് ആണ്, ഓപ്പൺഡ് അല്ല. ആ ഒരു എയർ എടുക്കുന്ന ഒരു രീതിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഫോഗ് ലാമ്പും കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഫോഗ് ലാമ്പ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ്, അതായത് ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ മാത്രമാണ് ഫോഗ് ലാമ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് സൈഡിൽ ഈ ഒരു ഭാഗമൊക്കെ, അതായത് ഈ ഒരു ഹെഡ്ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഈ ഫെൻഡറിലോട്ട് വരുന്നത്. ആ ഒരു പൊസിഷനൊക്കെ കാണാൻ നല്ല രസമുണ്ട്. തൊട്ട് താഴെ ഈ ഒരു വീലിൻ്റെ ക്ലാഡിങ്സ് കാണാൻ സാധിക്കും. ഇത് ഇവിടം കൊണ്ടുവന്ന് തീരുകയാണ്, പിന്നെ അങ്ങോട്ട് വരുന്നില്ല. ഈ ഒരു ക്ലാഡിങ് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഒരു വൈറ്റ് ഡോട്ട് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോസ്മോ ഗ്രെയിൻ ടെക്സ്ചേർഡ് ടൈപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതെല്ലാം റീസൈക്കിൾഡ് മെറ്റീരിയലാണെന്നാണ് പറയുന്നത്. 20% റീസൈക്കിൾഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ടയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടയർ സൈസ് വരുന്നത് 175/60R 15 15 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു മോഡൽസിൽ മാത്രം നമുക്ക് ഈ പറയുന്ന ഡയമണ്ട് കട്ട് അലോയി കിട്ടുന്നുള്ളൂ. ഏതായാലും കാണാൻ നല്ല ഭംഗി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടം കൊണ്ട് തീർന്ന ലൈൻ ഇവിടെ ഒന്നുമില്ല. ആ ലൈൻ തേണ്ട ഇവിടുന്ന് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ ഇങ്ങറ്റം വരെ ഈ ഒരു ലൈൻ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും കിടുവാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മിറർ കാണുമ്പോഴത്തേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും 360 ഡിഗ്രിയുടെ ക്യാമറ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പോർഷനിൽ ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മേളിൽ ബ്ലാക്ക് ടോണ് കിട്ടുന്നതിൻ്റെ കാര്യം. ബി പില്ലേഴ്സിൽ സ്റ്റിക്കേഴ്സാണ് വരുന്നത്. അതായത് ബ്ലാക്ക് സ്റ്റിക്കേഴ്സാണ്. നമുക്കിവിടുത്തെ പിടിച്ചുമൊക്കെ കൃത്യമായിട്ട് അറിയാം. എൻ്റെ ഒരു അഭിപ്രായമാണ്, ഈ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ വൈഡായിട്ട് ബ്ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങറ്റം വരെ വന്ന് ഇതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കും. ഇത്രയും പോർഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഇങ്ങോട്ട് കയറ്റി ഒട്ടിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് പെയിൻറ്റഡ് അല്ല, സ്റ്റിക്കറാണ് ഇങ്ങോട്ട് വരുന്നത്. ഏതായാലും ഈ ഒരു പോർഷൻ ഇവിടെ കൊണ്ടുവന്ന് ക്വാർട്ടർ ഗ്ലാസ് ഇല്ലാത്ത രീതിയിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസിൽ കാണാൻ സാധിക്കും ഈ ഒരു ക്രോം എലമെൻറ്റ്. കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിക്വസ്റ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കീ സിലിണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കീ ഫോബായിട്ട് വരുന്നത്. ഇതിന് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ലോക്ക് അൺലോക്ക് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് വരുന്നത്. നമുക്കിതിനകത്തുള്ള മാനുവൽ കീസ് ഇത് ഇങ്ങനെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. തിരിച്ചതുപോലെ തന്നെ ഇടാം. ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് എനിക്ക് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആണ്. എന്തുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഓൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലൊക്കെ നമ്മൾ ഇരുട്ടത്ത് കൊണ്ട് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോളോ മീ ഹോമും അങ്ങനത്തെ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. രാത്രിയൊക്കെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് വീട് വരെ ചെല്ലാൻ വേണ്ടി ലൈറ്റ് ഓൺ ആയി നിൽക്കുന്നു. ആ ഫീച്ചേഴ്സൊക്കെ നല്ല കിടുവാന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബാക്കിലോട്ട് പോരുന്ന സമയത്ത് ഈ ഒരു ക്ലാഡിങ്സ് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ബാക്കി ഭാഗത്തൊന്നും നമുക്കത് കാണില്ല. ഇനി ഇവിടെ തൊട്ടാണ് ടെയിൽ ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതായാലും ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. അതും കൂടെ മാറിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബാക്കിയുള്ള എല്ലാം LED ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു വൈഡ് കാണുമ്പോഴത്തേക്കും ഇത് കണക്റ്റഡ് ലൈറ്റ്സ് ആണോ എന്ന് തന്നെ നമുക്ക് ഡൗട്ട് തോന്നും. പക്ഷേ ഇത് കണക്റ്റഡ് അല്ല. ഇത്രയും പോർഷൻ ഒരു ക്രിസ്റ്റൽ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭാവിയിൽ ചിലപ്പം അഡീഷണൽ ആക്സസറീസ് ആയിട്ടൊക്കെ ചിലപ്പം ഈ ഒരു ഭാഗം കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആയിട്ടൊക്കെ വരാം എന്ന് നമുക്ക് വിശ്വസിക്കാം.
ഇനി താഴോട്ട് നോക്കുന്ന സമയത്ത് ഇതൊരു റിഫ്ലക്ടർ എലമെൻ്റ് ആണ്. ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു പാത്ത് പിടിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ രണ്ട് സൈഡിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് റിയർ സെൻസേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ലൈറ്റും ഈ താഴത്തെ ഒരു പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ മേളത്തെ പോർഷനിൽ നമുക്ക് 360 ഡിഗ്രിയുടെ റിയർ ക്യാമറ കാണാൻ സാധിക്കും. ടിയാഗോ എന്നുള്ളൊരു ബാഡ്ജിങ് പുതിയതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് നേരത്തെ ബാഡ്ജിങ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു റിയർ വൈപ്പർ കാണാൻ സാധിക്കും. ഡീഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ ഒരു സിംഗിൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അത് ഈ ഒരു കട്ട് ഷേപ്പ് കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു പോർഷൻ്റെ നമ്മുടെ മോട്ടർ മൗണ്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു പോർഷൻ കറക്റ്റാക്കിയത് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കാണാനും നല്ല രസമുണ്ട്. ഒരു ക്യൂട്ട് പാർസൽ ട്രേ ആണ്. 243 ലിറ്ററാണ് ഇവിടെ നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്പെയർ വീല് ഇതിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. 155 80R 13 സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത്. സ്പേസ് സേവർ ടയർ പോലെ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഏതായാലും ടയർ കൊടുക്കുന്നുണ്ടല്ലോ, വലിയ കാര്യം. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനം ലോക്ക് ചെയ്യാൻ സാധിക്കും. കാരണം കീ ഫോബ് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയാണ്, ലോക്ക്ഡാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഡോറാണ്. 90 ഡിഗ്രി ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെയാണ് നമ്മൾ ഈ ഡോർ ഹാൻഡിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മൾ കൈവയ്ക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് പോലെ തന്നെയാണ് ഈ പവർ വിൻഡോ സ്വിച്ചസ് എല്ലാം ഇരിക്കുന്നത്. കാണാനും നല്ല രസമുണ്ട്. അതുപോലെ തന്നെ 1 ടച്ച് ഡൗൺ കിട്ടുന്നുണ്ട്, 1 ടച്ച് അപ്പ് കിട്ടുന്നില്ല. ബാക്കിയുള്ള എല്ലാം നോർമൽ സ്വിച്ചസ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ പവർ വിൻഡോ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്ക് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഫാബ്രിക് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റിച്ചിട്ട് ഹാർഡ് മെറ്റീരിയലാണ്. പക്ഷേ ഇവിടെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കുഞ്ഞ് അണ്ണാങ്കുഞ്ഞിനെ കാണാൻ സാധിക്കും. നല്ല രസമുണ്ട്. അത് വെള്ളം കുടിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു ബോട്ടിൽ വെക്കാൻ പറ്റുന്നൊരു രീതി എന്നുള്ള ഇതിലാണ് ഇവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏരിയ വളരെ ചെറുതായിപ്പോൾ ഇവിടെ ഒരു ബോട്ടിൽ അത്യാവശ്യം കഷ്ടി വെക്കാൻ സാധിക്കും. സ്പീക്കേഴ്സ് വലിയ കുഴപ്പമില്ല, ഒരു ഓക്കെ ഫീൽ തന്നെയാണ്. ഞാനിപ്പം പാട്ട് കേട്ട് വന്നപ്പോഴേക്കും വലിയ കുഴപ്പമില്ലാത്ത ഫീലാണ്. ഇവിടെ ഒരു ട്യൂട്ടറും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് റൈറ്റ്, സെൻറ്റർ ഓഫ്, ലെഫ്റ്റ് നേരെ താഴോട്ടാക്കി കഴിഞ്ഞാൽ മിറേഴ്സ് ഫോൾഡ് ആകുന്നതായിരിക്കും. എ സിയുടെ വെൻറ്റിൻ്റെ പൊസിഷൻ നമുക്ക് കാണാം. ഇത്രയും ഭാഗമോളം നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാണാനും നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻ കൊണ്ട് അത് ക്ലോസ് ചെയ്യും. ഞാൻ ഡോറൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് കണ്ട് ഈ ഒരു കേവിനകത്താണ് ഇതിരിക്കുന്നത്. അത് ആ ഒരു സൈഡിലും അങ്ങനെയാണ് വരുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു ഡിസൈൻ എലമെൻ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാബ്രിക് മെറ്റീരിയലിൻ്റെ രീതിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ നല്ല രസമുണ്ട്. ഒരു ഗ്രേ എലമെൻ്റ് ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ തീമിലാണ് ഈ വാഹനം ഫുള്ള് വരുന്നത്. നമുക്ക് വേണ്ട ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു സീറ്റിലാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. ഡോർ പാഡ്സിലും സീറ്റുകളിലും എല്ലാം ഈ ഒരു ഡ്യുവൽ ടോൺ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലാണെങ്കിൽ തന്നെ ഒരു പുതിയ ഡിസൈൻ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. പക്ഷേ ടോപ്പ് വേരിയൻ്റ് ആയിട്ട് പോലും നമുക്കിവിടെ ലെതർ സ്റ്റിയറിംഗ് കവേഴ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് മാത്രം കിട്ടുന്നുള്ളൂ, ടെലിസ്കോപ്പിക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ടാറ്റയുടെ ലോഗോ ഇവിടെ ഇപ്പം ഡിജിറ്റലായിട്ടല്ല വരുന്നത്, ജസ്റ്റ് ഒരു ലോഗോ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സീറ്റിൻ്റെ കാര്യം തൊട്ട് തുടങ്ങാം. നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ മാനുവലായിട്ട് ചെയ്യാൻ സാധിക്കും. സീറ്റ് റിക്ലൈനിങ്ങും ഫ്രണ്ട് ആൻഡ് ബാക്കും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെഡൽസ് എല്ലാം നമുക്കിവിടെ കാണാം. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതുകൊണ്ട് തന്നെ ക്ലച്ച് ഉൾപ്പെടെ വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയാനുള്ള ഇതിൻ്റെ ക്ലച്ച് വളരെ സ്മൂത്താണ്. അതിൻ്റെ കാര്യം നമുക്ക് ഇനി എഞ്ചിൻ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. സ്റ്റിയറിംഗ് വീലിലോട്ട് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലെ കൺട്രോൾസ് എല്ലാം നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെയാണ് അതിൻ്റെ കൺട്രോൾസും എല്ലാം വരുന്നത്. നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഇവിടെ കാണാൻ സാധിക്കും. അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ആണ് വരുന്നത്. ഹോണിൻ്റെ പാഡ് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് വരുന്നത്. വലിയ കുഴപ്പമില്ല. അതൊരു സിംഗിൾ ഹോണാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിലോട്ട് പോകുകയാണെങ്കിൽ ഇത് ഓട്ടോ മോഡാണ് വരുന്നത്. ഓഫ് മോഡ്, പാർക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ് ഓണ്, താഴോട്ട് പോയി കഴിഞ്ഞാൽ ഹൈ ബീം ഓണ്. അത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്കിവിടെ ഓട്ടോ വൈപ്പറിൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. നോർമൽ മിസ്റ്റ് മാത്രമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് മേളിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇതിപ്പം താഴെ ഓഫ് പൊസിഷൻ ഒന്ന് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് മിസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഒന്നുകൂടി ഇട്ട ഓട്ടോ, ഒന്നുകൂടി ഇട്ട സിംഗിൾ വൈപ്പിങ്, ഇത് ഡബിൾ വൈപ്പിംഗ് ആണ് വരുന്നത്. ഓട്ടോയുടെ സ്പീഡ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ വൈപ്പറിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. തൊട്ട് താഴെ നമ്മുടെ
ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചും ഇവിടെ പെട്രോൾ ലിഡ് തുറക്കാൻ വേണ്ടിയുള്ള റിവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് നോർമൽ കീ സിലിണ്ടർ വരുന്നതിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ക്യാപ്പ് കൂരി അതിനകത്തോട്ട് ബാക്കി സെറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് ടോപ്പ് ഓഫ് ദ ലൈൻ ആയതുകൊണ്ട് തന്നെയാണ് പുഷ് സ്റ്റാർട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഏതായാലും ഇഗ്നിഷൻ ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കുഞ്ഞൻ ക്ലസ്റ്റർ മീറ്ററിനകത്ത് എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിട്ടാണ് കാണിക്കുന്നത്. നമുക്കിവിടെ അനലോഗ് ഒന്നുമില്ല. ആദ്യം തന്നെ ഇവിടെ RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മേളിൽ കൊടുത്തിരിക്കുന്ന സമയമാണ്. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചറാണ്. ഓഡോമീറ്ററിൻ്റെ റീഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എഞ്ചിൻ്റെ വാർണിംഗ് ലൈറ്റ്, ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടില്ല, അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണിക്കാൻ വേണ്ടി ഐഡിൽ ഫ്യൂവൽ എഫിഷ്യൻസി പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഡ്രൈവർ സൈഡിലെ ഡോർ ഓപ്പൺ ആണെന്നുള്ളത് കാണിക്കാനും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്നുള്ളതും റീഫിൽ ചെയ്യണം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ടെമ്പറേച്ചറും താഴെ ഫ്യൂവലിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഫ്യൂവൽ കുറവായതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ടു എംറ്റി എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കാത്തത്. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കാണുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും എല്ലാം വയർലെസ് ആയിട്ട് തന്നെ ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുപാടധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മെനു എടുത്തു കഴിഞ്ഞാൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ക്ലൈമറ്റ് കൺട്രോൾ, ക്ലൈമറ്റ് കൺട്രോൾ വരും. നമുക്ക് അതിനൊന്നും സെപ്പറേറ്റ് ഒരു ഡിസ്പ്ലേയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. എല്ലാം ഇതിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഫാൻ നമുക്കിവിടെ ഓൺ ചെയ്യാം, കുറയ്ക്കാം, കൂട്ടാം. ഓൺ ചെയ്യുന്നതിൻ്റെ കാര്യം മാത്രം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇനി AC ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ മതി. AC ഓൺ ചെയ്യണമെങ്കിൽ അത് ഒന്നുകൂടെ പ്രസ് ചെയ്യുക. ഇൻസൈഡ് സർക്കുലേഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിലും സെറ്റ് ചെയ്യാം. ഫിസിക്കൽ സ്വിച്ചസും നമുക്കിവിടെ വരുന്നുണ്ട്. ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. ഇവിടെ ഒരു മാറ്റ് ഫിനിഷും താഴെ ഒരു ഗ്ലോസി ഫിനിഷും ആണ് വരുന്നത്. AC എല്ലാ കൺട്രോൾസും, അതായത് ഓട്ടോ AC നമുക്ക് കിട്ടുന്നുണ്ട്, ഓഫ് ചെയ്യാനുള്ള പൊസിഷൻ കിട്ടുന്നുണ്ട്, ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും, ഇങ്ങോട്ട് കൂട്ടുക കുറയ്ക്കുക, ഓഫ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബ്ലോവർ സ്പീഡിൻ്റെ ഇത് ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട്. AC ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും ലൈറ്റ് ഇൻഡിക്കേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഒരു നെഗറ്റീവായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിത് പറയാം. AC ഓൺ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത്. ഞാനിപ്പോൾ ഒന്ന് പ്രസ് ചെയ്തു, ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഓഫായി. ഒന്നുകൂടെ പ്രസ് ചെയ്ത് ലൈറ്റ് ഓണായി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി അത് മനസ്സിലാക്കണം AC ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡീഫോഗറും റിയർ ഡീഫോഗറും അതുപോലെ തന്നെ ഇൻസൈഡ് സർക്കുലേഷനൊക്കെ നമുക്ക് ഫിസിക്കലി വേണമെങ്കിൽ ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എയറിൻ്റെ പൊസിഷൻ ഏതിലേ പോകണമെന്നുള്ളത് നമുക്കിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കൂടെ കാണാൻ സാധിക്കും. എയർ പോകുന്ന ഫ്ലോ എങ്ങോട്ടാണെന്നുള്ളത്. ഇപ്പോൾ വേണ്ട താഴോട്ട് വരുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴെ മാത്രമായിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് ഫ്ലോറിലോട്ട് ഡീഫോഗറും കൂടെ വർക്ക് ചെയ്യുന്ന രീതിക്ക് അതായത് സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീഫോഗറായി. ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ പൊസിഷനിലാണ് ഇപ്പം കാണിക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ സ്വിച്ചും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആ ഡോർ അടഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഡോർ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പാർക്ക് ബ്രേക്ക് എൻഗേജ്ഡ്, പ്ലീസ് റിലീസ്. ഞാനിപ്പോൾ ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം ഫ്രണ്ട് റൈറ്റ് സൈഡ് ഡോർ ഓപ്പൺ, പ്ലീസ് ക്ലോസ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ക്ലാരിറ്റിയാണ്. പക്ഷേ ഈ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് അത് വിസിബിളായിട്ട് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഓവറോൾ നല്ല പക്ക ക്ലാരിറ്റി ആയിട്ട്, നല്ല HD ക്ലാരിറ്റി തന്നെ, നല്ല വൈഡായിട്ട് നമുക്ക് വിഷ്വൽസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതൊരു 3D ആക്കണമെന്നുണ്ടെങ്കിൽ 3D വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ കളർ മാത്രം വൈറ്റ് അല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് കാണിക്കുന്ന വൈറ്റ് കളറാണ്. ഏതായാലും നമുക്കിങ്ങനെ നോക്കി കൃത്യമായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. ഏത് പൊസിഷനിലെ വ്യൂ വേണം അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ വരുമ്പോൾ ഇത് ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാമ്പ് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്. ഇത് നമ്മുടെ ഹസാർഡ് സ്വിച്ചാണ് ഇവിടെ വരുന്നത്. ഹസാർഡ് സ്വിച്ചിൻ്റെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന കാണാൻ സാധിക്കും. അത് ഞാനൊന്ന് ഓഫ് ചെയ്തു. ഇനി തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് AC ബാക്കി കൺട്രോൾസ് എല്ലാം ഞാൻ പറഞ്ഞു. ഇനി താഴോട്ട് വരുമ്പോഴത്തേക്കും 2 ഫോൺ വെക്കാനുള്ള പാഡുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അങ്ങനെ 2 പാഡുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതിന് നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ചാർജറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്കിവിടെ ഒരു ഗിയർ ലിവർ നോബ് കാണാൻ സാധിക്കും. ഇത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് കിട്ടുന്നത്. നല്ല രസമുള്ള പുതിയൊരു ഡിസൈനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് നല്ലൊരു കാര്യമാണ്. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ നേരത്തെ കണ്ട അണ്ണാൻകുഞ്ഞിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കീയുടെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വാഹനം ഏതെങ്കിലും രീതിക്ക് സ്റ്റാർട്ടാകാതെ വരികയാണെങ്കിൽ കീ ഫോബ് ഇവിടെ വെച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാകുന്നതാണ്. അതുപോലെ തന്നെ അണ്ണാൻകുഞ്ഞും അതിൻ്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് എന്തെങ്കിലും കുപ്പിയോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയുള്ളൊരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് വെക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് USB
സി ടൈപ്പ് ഒരെണ്ണം കാണാം, ഇവിടെ സി ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ USB-ലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാനും ഇത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ 65 വാട്ട്സിൻ്റെ ഫോൺ ചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ കണക്ട് ചെയ്ത് ഈ ഒരു ഫോൺ നമുക്ക് വയറായിട്ട് തന്നെ കണക്ട് ചെയ്യാം, ഇവിടെ വയർലെസ് ആയിട്ടും കണക്ട് ചെയ്യാൻ സാധിക്കും. മേളത്തെ പോർഷൻ നോക്കുമ്പോൾ നമ്മുടെ മൈക്ക് ഏരിയ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എയർ ബാഗ് കോ ഡ്രൈവർ സൈഡിൻ്റെ ഓഫ് ആണോ ഓൺ ആണോ? ഓൺ ആണ്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും റൂഫ് ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, വൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. LED ആണ് കൊടുത്തിട്ട്, പക്ഷേ ഇവിടെ എന്തോ ഒരു ലൂസ് പോലൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ വേറെ ഓവറോൾ ഓക്കെയാണ്. അതുപോലെ തന്നെ റിയർ വ്യൂ മിറർ മാനുവലി ഡിമ്മിങ് ഫീച്ചർ വരുന്നതാണ് നമ്മുടെ റിയർ വ്യൂ മിറർ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു ക്യാമറയും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇതുപോലെ അഡീഷണൽ ക്യാമറാസ് ആഡ് ചെയ്യാൻ സാധിക്കും. ഡ്രൈവർ സൈഡിൻ്റെ സൺവൈസർ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 20% റീസൈക്കിൾഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എയർ ബാഗിൻ്റെ കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ്സ് ടോട്ടലി ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി കോ ഡ്രൈവർ സൈഡിലോട്ട് നിൽക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇത് വേണമെങ്കിൽ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടാക്കാം. എനിക്കിവിടെ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് തൈ സപ്പോർട്ട് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കാണുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു തൈ സപ്പോർട്ട് ഓക്കെയാണ്. ഈ ഒരു സീറ്റ് കുറച്ചുകൂടെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു സീറ്റ് ഞാൻ കുറച്ച് താത്താണ് ഇട്ട് ഓടിച്ചു. ഇനിയിപ്പോൾ ഒന്ന് പൊക്കിയിട്ടൊന്ന് ഓടിച്ച് നോക്കണം, അതിൻ്റെ കംഫർട്ട് ലെവൽ എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം. പിന്നെ ഏതൊക്കെ വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുന്ന സീറ്റിൻ്റെ ഏതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് ഞാൻ അല്പം ഒന്ന് ബാക്കിലോട്ട് ഇറക്കുകയാണ്, കാല് മുട്ടാത്ത രീതിയിലൊന്നും ഇടാനാണ്. ഓക്കെ, ഇപ്പോൾ കാല് മുട്ടത്തില്ല. അത്യാവശ്യം നല്ലൊരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിന് സാധനങ്ങളെല്ലാം എടുത്തൊന്ന് പുറത്തോട്ട് വയ്ക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് കിട്ടുന്നത്. അത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഓവറോൾ അത്യാവശ്യം ഒരു സൈസുള്ള ഗ്ലോ ബോക്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ച് ഇതിലോട്ട് എടുത്തങ്ങ് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്ത് ഇവിടെ നമ്മുടെ AC വെൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോ ഡ്രൈവറിൻ്റെ സൈഡിലോട്ട് വളരെ കൃത്യമായിട്ട് കിട്ടുന്ന രീതിക്ക് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ഞാൻ അവിടെ നിന്ന് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. സാറ്റിൻ ക്രോം എലമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഈ ഒരു സ്വിച്ച് കാണാനും ഒരു ക്യൂട്ട് ഫീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ഭാഗം മൊത്തം പിടിച്ചാണ് നമ്മൾ അടയ്ക്കുന്നത്. അത് വലിയ കുഴപ്പമില്ല, ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്ത് ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞില്ല ഒന്നും വെക്കാനുള്ളൊരു ഇടയില്ല, പക്ഷേ എന്നാലും നമുക്ക് ഫോണൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കണം, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ വെക്കാം. ഇവിടെ വെക്കാനുള്ള ഇട നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓവറോൾ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഫീലാണ്. കാരണം ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഊർന്ന് താഴോട്ട് പോരും. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, മിസ്സിംഗ് ആണ്. അത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഒരു ഗ്രാബ് ഹാൻഡിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ലൊരു രീതിയാണ്. ഇവിടെ നമുക്ക് എയർ ബാഗ് കാണാം, ഇവിടെ എയർ ബാഗ് കാണാം. 20% റീസൈക്കിൾ എന്നും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിലോട്ടൊന്ന് ഇരിക്കാം. ഏതായാലും ഈ ഒരു സീറ്റ് ഞാൻ മാക്സിമം ബാക്കിലോട്ടാണ് ഇറക്കിയിട്ടത്, കാരണം ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. എന്നിട്ടും എനിക്കിവിടെ ഇരിക്കാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ, കാലധികം നീട്ടി വെക്കാൻ പറ്റത്തില്ല, അതും കൂടി ഞാൻ എടുത്ത് പറയുകയാണ്. എന്നാൽ ഇവിടെ ഈ ചെറിയ സ്കൂപ്ഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ എനിക്കിവിടെ ഇരിക്കാം. ഇനി ഈ ഒരു സീറ്റ് മര്യാദയ്ക്ക് ഞാൻ ഇന്നിട്ടെ, നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ഫ്രണ്ടിൽ എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം. യെസ്, ഓക്കെ, ഞാനിപ്പോൾ ഓക്കെ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. യെസ്, ദേ ഇപ്പോൾ എനിക്ക് കാല് നീട്ടി വെച്ച് നല്ല കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പോക്കറ്റ് ഏരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ നല്ല രസമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ ഡോർ പാഡുകളും ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ കിട്ടുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് എലമെൻറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു ഹാൻഡിലും അതിൻ്റെ ലോക്ക് ബട്ടണും കാണാൻ നല്ല രസമുണ്ട്. ബാക്കിലൊരു ചെറിയൊരു ബോട്ടിൽ അത്യാവശ്യം വെക്കാൻ ഉള്ള സ്പേസ് ഉണ്ട്. സ്പീക്കർ കാണാൻ സാധിക്കും, ട്യൂട്ടേഴ്സ് ഇല്ല. ഈ ഒരു സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയും ഇതുപോലെ തന്നെ എക്സ്പ്ലോറിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ബാക്കിൽ വെക്കാനുള്ളൊരു ഇടയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്ക് സൈഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് AC വെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് താഴെ ഒരു 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സി ടൈപ്പും കിട്ടുന്നുണ്ട്. നമുക്കിവിടെ സീറ്റിൽ 60-40 സ്പ്ലിറ്റ് സീറ്റ് അല്ല കിട്ടുന്നത്, നോർമൽ ബെഞ്ച് ടൈപ്പ് സീറ്റ് തന്നെയാണ്. ഫുള്ളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹെഡ് റെസ്റ്റ് അവൈലബിൾ അല്ല, ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഇതുപോലത്തെ ഹെഡ് റെസ്റ്റ് മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതുപോലത്തെ ടൈപ്പ് ഹെഡ് റെസ്റ്റാണ് കിട്ടുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് ഇവിടെ ഒരു ഓക്കെ ഫീൽ തന്നെയാണ് കിട്ടുന്നത് ബാക്ക് സൈഡിൽ. പക്ഷേ ഫ്രണ്ടിൽ എനിക്ക് കുറച്ചുകൂടെ നല്ല തൈ സപ്പോർട്ട് ഫീൽ ചെയ്ത്. ബാക്കിൽ ഒരു ഓക്കെ എന്ന് മാത്രം പറയാൻ പറ്റത്തുള്ളൂ, അധികം വലിയൊരു സംഭവം പറയാനില്ല. പക്ഷേ ഇതിൻ്റെ സെൻറ്റർ സീറ്റിൽ ഇരിക്കാനാണെങ്കിൽ നമുക്ക് ഈ സെൻറ്ററിലുള്ളൊരു ടണൽ ഒരു പ്രശ്നമാണ്. അപ്പുറം ഇപ്പുറം കാലിട്ടിരിക്കാം. സെൻറ്റർ പോർഷനിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആംറസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ബാക്കിൽ ഒരു 2 പേർക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാം. മൂന്നാമത്തെ ഒരാൾ വന്നാൽ കുറച്ചൊരു കൺജഷൻ ഉണ്ടാവും. നമുക്കിനി ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡ് കൂടെ നോക്കാം. യെസ്,
ഓക്കെ, അപ്പോൾ കാണാൻ ഭയങ്കര ഒരു വലിയ എഞ്ചിനെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് എന്തോ കൊണ്ട് ഇടിച്ചൊതുക്കിയത് പോലെ ഒരു ഫീലുണ്ട്. പക്ഷേ എന്നാൽ നോർമലാണ്. ഇതൊരു 3 സിലിണ്ടർ എഞ്ചിനാണ് കിട്ടുന്നത്. അതായത് ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററൊക്കെ നമുക്ക് വേണ്ടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ പവർ എന്ന് പറയുമ്പോൾ 83 PS പവറും 113 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് CNG വേരിയൻറ്റും അവൈലബിൾ ആണ്. അതായത് ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ഒരു നോർമൽ പെട്രോൾ എഞ്ചിനാണ്. ഇനി ഇത് തന്നെ CNG എടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ CNGയുടെ എഞ്ചിൻ ഓപ്ഷൻ വരുന്ന സമയത്ത് 75 PS പവറും 96.5 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കുമാണ് കിട്ടുന്നത്. അതായത് കുറച്ചുകൂടെ പവറും ടോർക്കും കുറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വൈബ്രേഷൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ എഞ്ചിൻ്റെ വൈബ്രേഷൻ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വൈബ്രേഷൻ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിനകത്തോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വാസ്തവമായിട്ടുള്ളൊരു കാര്യം. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സിലിണ്ടർ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു വൈബ്രേഷൻസ് എന്താണെന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ എൻ്റെ പല വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എൻജിൻ മൗണ്ടിങ്, ഈ കാണുന്ന എൻജിൻ മൗണ്ടിങ് ഒന്നല്ല 3 എൻജിൻ മൗണ്ടിങ്സ് ഉണ്ട്. ഈ ഒരു മൗണ്ടിങ് കളിക്കുന്ന കളി കാരണം ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ചെറിയൊരു വൈബ്രേഷൻ പോലും ഉണ്ടെന്ന് അറിയില്ല, വളരെ ചെറിയൊരു വൈബ്രേഷൻ. പക്ഷേ ഈ എൻജിൻ്റെ വൈബ്രേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ഫിസിക്കലി നന്നായിട്ട് മനസ്സിലാവും. എന്നാൽ അകത്തോട്ട് കയറുന്ന സമയത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ഡോറ് തുറന്നിട്ടിരിക്കുന്ന സമയത്ത് ഈ ഡോറിൻ്റെ വൈബ്രേഷൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം എന്തെങ്കിലും രീതിക്ക് വൈബ്രേഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു രീതിക്കുള്ള വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഞാനിപ്പോൾ ഇത് സ്റ്റിയറിംഗ് പിടിച്ചു കഴിഞ്ഞാലും ചെറിയൊരു അനക്കം പോലും എനിക്ക് അറിയില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര വൈബ്രേഷൻസ് ആണ്, ഭയങ്കര പ്രശ്നമാണ്, എൻജിൻ കൊള്ളത്തില്ല, ഇങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരും ഈ ഒരു വാഹനം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഈ ഒരു വാഹനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ ചെയ്തോണം. എനിക്കിപ്പോൾ ഈ വാഹനം തന്നിരിക്കുന്നത് ലെക്സോൺ ടാറ്റയിൽ നിന്നാണ്. അപ്പം ലെക്സോൺ ടാറ്റയുടെ കോൺടാക്ട് നമ്പറും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. ഏതായാലും വാഹനം ഓടിച്ച് മാത്രം നിങ്ങളൊരു വിലയിരുത്തൽ കൊണ്ടുവരാവുള്ളൂ. ഏതായാലും ഞാൻ ഓവറോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഈ വാഹനം ഒന്ന് കുറച്ചുകൂടെ ഡ്രൈവ് ചെയ്യണം. ഞാനിപ്പോൾ രാവിലെ ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിച്ചിട്ടുള്ളൂ. ഇനിയും കുറച്ചേറെ ദൂരം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ പറയാൻ. നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. ഇതിലെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏതായാലും ഇവിടെ ഒരു ഫ്ലൂയിഡ് ക്ലച്ച് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിലവിൽ നോക്കിയിട്ട് ഒരു മെക്കാനിക്കൽ ക്ലച്ച് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നോർമൽ ലിവർ, നമ്മുടെ കേബിൾസ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇത്രയും സ്മൂത്തായിട്ടുള്ള ക്ലച്ച് ഒരു രക്ഷയില്ല. നമുക്ക് ഏതായാലും ഡ്രൈവ് ചെയ്യുമ്പോൾ ബാക്കി എക്സ്പീരിയൻസ് കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ കയറ്റം ഞാനൊന്ന് പതുക്കെ എടുക്കുകയാണ്. ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലെടുക്കുമ്പോഴത്തേക്കും തന്നെ ഒരു രക്ഷയില്ല അങ്ങ് പോവുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് എവിടെയാണെന്ന് പെട്ടെന്ന് കിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ ആ രീതിക്ക് ഫ്ലൂയിഡ് ക്ലച്ചൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ കിട്ടുന്നൊരു ഐഡിയ വെച്ചാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഒരു ഫ്ലൂയിഡ് ക്ലച്ച് ആയിരിക്കും എന്നുള്ളത്. സംഗതി മാരകം കേട്ടോ, ഒരു രക്ഷയില്ല. വലിയൊരു പവർ കൊടുത്ത് പൊളിച്ചോടിക്കാമെന്ന് വിചാരിക്കേണ്ട. എന്നാൽ ആവറേജ് നമുക്ക് പറ്റുന്ന ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വാഹനമാണെന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ആ ഒരു പ്രൈസ് റേഞ്ചിങ്ങിലാണെങ്കിലും എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെ ഇവനാ 360 ഡിഗ്രി ക്യാമറ. ഒരു രക്ഷയില്ല. കാരണം ഇതെല്ലാം കൂടെ ഒതുക്കി ചേർത്ത്, പക്ഷേ ഇപ്പം നമുക്ക് പറയാൻ സാധിക്കും, അതായത് ഒരു 10 ലക്ഷത്തിനകത്ത് നമുക്ക് എടുക്കാനാണെങ്കിൽ ഈ ഒരു വാഹനം എല്ലാ ഫീച്ചേഴ്സോട് കൂടി അത് ബാക്കി നമ്മുടെ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിലോട്ട് പോകത്തേ ഉള്ളൂ പ്രൈസ്. ആ ഒരു കാര്യമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം കയറുന്ന ഒരു കയറ്റം ഒന്ന് കയറാം. ഓക്കെ, നമ്മുടെ കയറ്റം ഒന്ന് കയറി. ഇവിടെ ഞാനൊന്ന് ബ്രേക്ക് ചെയ്യാണ്. ബ്രേക്ക് ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. 1 ബ്രേക്ക് ചെയ്തു. 1 2 3. ഓക്കെ, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും ഫ്രണ്ടിലത്തെ വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ പ്രസ് ചെയ്താൽ മതി. അല്ല, തന്നെ വന്നു, സോറി. അങ്ങനെ ഫ്രണ്ടിലത്തെ വ്യൂ കിട്ടിയിരിക്കുകയാണ്. യെസ്, കുഞ്ഞൻ വാഹനമായതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. സസ്പെൻഷൻ സൈഡ് നല്ല രീതി തന്നെയാണ്. ഒരുപാട് ഹാർഡാണെന്ന് ഞാൻ പറയത്തില്ല, ഒരു മിഡാണെന്നും പറയത്തില്ല, കുറച്ചുകൂടെ സോഫ്റ്റർ സൈഡാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ നോർമലി കമ്പയർ ചെയ്ത് പറയുമ്പോഴത്തേക്ക് ഒരു മിഡാന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതായത് അധികം ഹാർഡും അല്ല, അധികം സോഫ്റ്റും അല്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടെ കംഫോർട്ട് സൈഡ് നമുക്കിവിടെ കൂടുതൽ കിട്ടുന്നുണ്ട്.
എനിക്കൊരു നെഗറ്റീവ് കൂടെ തോന്നിയൊരു കാര്യം കൂടെ പറയാം. അതായത് ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്യാൻ കുറച്ചുകൂടെ ഒന്ന് താഴോട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കൈ ഒന്ന് താഴോട്ടാക്കേണ്ട ഒരു ഫീല് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു കളറ് കാണുമ്പോഴത്തേക്കും ഒരുപാട് പേരിങ്ങനെ ചൂണ്ടിയൊക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. കാരണം എനിക്ക് അത് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടാറ്റ ചെയ്യുന്ന മെയിനായിട്ട് മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ അവർ പിടിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളേഴ്സാണ്. കാരണം ഒരുപാട് വൈബ്രൻറ്റ് ടൈപ്പ് കളേഴ്സാണ് ഇവരിപ്പം ഇറക്കുന്നത്. കാരണം നോർമലി നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്, വൈറ്റ് അല്ലെങ്കിൽ പിന്നെ ഗ്രേ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കളേഴ്സ് നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇതൊന്നും അല്ലാതെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലൂറസെറ്റ് കളേഴ്സ് കാര്യങ്ങളൊക്കെ ഇറക്കി അങ്ങ് പൊളിക്കുകയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഓവറോൾ അത് പക്കയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കൊണ്ടുണ്ട്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും നമ്മുടെ സൈഡിലോട്ടാണ് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കംപ്ലീറ്റ്ലി കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതിനൊരു ചെറിയൊരു ചെരുവ് പോലെ വരുന്നുണ്ട്, അത് നമ്മുടെ ഭാഗത്തോട്ട് കുറച്ചുകൂടെ കാണത്തക്ക രീതിയിലാണ് ഇരിക്കുന്നത്. ഫുള്ളി ഈ പറഞ്ഞതുപോലെ ഡിജിറ്റലാണ് വരുന്നത്, ലാൻഡ് ലോഗ് ഒന്നും നമുക്കിവിടെ കൊടുത്തിട്ടില്ല. എൻജിൻ്റെ ഒരു ചെറിയ സൗണ്ട് നമുക്ക് ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് റേസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 2500-3000 RPM എത്തുമ്പോഴത്തേക്കും ചെറിയൊരു എൻജിൻ റവ് ചെയ്യുന്നതിൻ്റെ ഒച്ച നമുക്ക് അകത്ത് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 mm ആണ്. അത്യാവശ്യം ഒരു ഓക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം മോശപ്പെട്ട വഴികളും കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. സ്പീഡ് ലിമിറ്റ് 80, കുഴപ്പമില്ല. ഒരുപാട് ഓവർ പവർഡാന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചൊരു അണ്ടർ പവർഡാന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പവർ ഫിഗേഴ്സ് നമുക്ക് നോക്കാനാണെങ്കിൽ ഒരു നോർമൽ ഫീൽ എന്ന് തന്നെ പറയാൻ സാധിക്കും. ഞാൻ ആദ്യം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം പോലെ തന്നെ ഒരു ഫാമിലി വെഹിക്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ടാറ്റ ടിയാഗോ എന്ന് പറയുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കിതിൻ്റെ EV അതുപോലെ തന്നെ CNG ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കിട്ടുന്ന പോലെ നമ്മൾ അത് അടുത്തടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കൂടെ നമുക്ക് പറയാം, കാരണം പലർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് പ്രൈസ് അറിയണമെന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ക്രിയേറ്റീവ് പ്ലസ്, അതായത് ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 8,62,000 രൂപ ഓൺ റോഡ് പ്രൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ്. ഇനി ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള വേരിയൻറ്റ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് മാനുവലാണ് പറയുന്നത്, അതിന് 8,28,000 രൂപ ഓൺ റോഡ് പ്രൈസും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി പ്യുവർ പ്ലസ് എ എന്ന് പറയുന്ന വേരിയൻ്റ് ആണെങ്കിൽ 7,70,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പ്യുവർ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 7,12,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇനി പ്യുവർ ആണെന്നുണ്ടെങ്കിൽ 6,54,000 രൂപയും, സ്മാർട്ട് ആണെങ്കിൽ അതായത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,48,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ. ഇനി AMTയിലോട്ട് വരുമ്പോൾ AMT സ്റ്റാർട്ട് ചെയ്യുന്ന പ്യുവർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്യുവറിൻ്റെ AMT നമുക്ക് 7,12,000 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പ്യുവർ പ്ലസ് വരുന്ന സമയത്ത് 7,76,000 രൂപയും, പ്യുവർ പ്ലസ് എ ആണ് നമുക്ക് വരുന്നതെങ്കിൽ 8,33,000 രൂപയും. ഇനി ക്രിയേറ്റീവിൻ്റെ AMT ആണ് നമുക്ക് വേണ്ടെങ്കിൽ 8,91,000. ക്രിയേറ്റീവ് പ്ലസ് AMT ആണെന്നുണ്ടെങ്കിൽ 9,29,000 രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ CNG വേരിയൻസിൻ്റെയും കാര്യങ്ങളൊക്കെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലെക്സോൺ ടാറ്റയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ ഓവറോൾ ഈ ഒരു വാഹനം നിങ്ങൾ ഉറപ്പായിട്ടും ഡ്രൈവ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡ്രൈവ് ചെയ്യുക. ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സീറ്റിംഗ് പൊസിഷനും നിങ്ങളുടെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാഹനം ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ പവർ സ്റ്റിയറിങ്. ഒരു രക്ഷയില്ല, ഭയങ്കര സ്മൂത്ത്, ശരിക്കും നല്ല സ്മൂത്താണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ക്രൂയിസ് കൺട്രോൾ കൂടി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്രൂയിസ് കൺട്രോളിൻ്റെ ഓൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ ഓൺ ആണ്. അത് കഴിയുമ്പോഴത്തേക്കും ആദ്യം താഴോട്ടൊന്ന് പ്രസ് ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇപ്പം 38 കിലോമീറ്റർ സെറ്റാണ്. 38 കിലോമീറ്ററിലാണ് പോകുന്നത്. ഞാനത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൂട്ടാം. ക്ലച്ച് ചവിട്ടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയും പോയി ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യണം.
അപ്പോൾ സ്പീഡ് ഗെയിൻ ചെയ്താലേ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 40 എങ്കിലും വേണം. ഓക്കെ, ഇപ്പോൾ സ്പീഡ് സെറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 43 താഴോട്ടാക്കി കഴിഞ്ഞാൽ മൈനസ്. ഇനി ഞാൻ സ്പീഡ് കൂട്ടുകയാണ്. ഇത് എനിക്കിവിടെ കാണാൻ സാധിക്കും 44, 46, 48, 50. ഞാനിപ്പോൾ 50 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഇവൻ അങ്ങ് പൊക്കോളും. 50 കിലോമീറ്റർ സ്പീഡ് പിടിച്ച് തന്നെ അങ്ങ് പൊക്കോളും. ഇനി ഞാൻ ആക്സലറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആകത്തില്ല, അങ്ങനെ തന്നെ നിന്നോളും. ഞാൻ ആക്സലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് നോർമൽ ആ പഴയ സ്പീഡിലോട്ട് വരും. പക്ഷേ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നത്, ഈ രണ്ട് കണ്ടീഷനിൽ ഇത് ഫുള്ളായിട്ട് ഓഫ് ആവുന്നതായിരിക്കും.